വാണിജ്യ സിലിണ്ടറിന്റെ വില 1000 രൂപയോളം കൂട്ടിയതിൽ പ്രതിഷേധിച്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. ഹോട്ടലുകളൊക്കെ തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലും ഈ സമരം പൂർണ്ണമാണ്. ഹോട്ടൽ മേഖലയെ ആകെ തകർക്കുന്ന രീതിയിലുള്ള ഒരു വിലവർധനവാണ് ഈ ഗ്യാസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ജില്ലാ പ്രസിഡന്റ് കെ എൻ ഭൂപേഷ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഈ വിലവർധനവിന് ശേഷമുള്ള ദിവസങ്ങൾ അതെങ്ങനെയാണ് മുന്നോട്ട് പോയത്? വലിയ നഷ്ടത്തിൽ തന്നെയാണോ കാര്യങ്ങൾ? ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. കാരണം ഭീമമായിട്ടുള്ള വിലവർധനവ് ഇപ്പോൾ ഒരു 2-3 സിലിണ്ടർ എടുക്കുന്ന സ്ഥാപനങ്ങളിൽ വരുന്ന മാറ്റമത്ര ഒരു 5000 രൂപയുടെ വ്യത്യാസമാണ് ശരിക്കും വന്നിട്ടുള്ളത്. ഒരു സിലിണ്ടറിന് മുകളിൽ നേരെ ഇരട്ടി വില. 3-4 സിലിണ്ടർ എടുക്കുമ്പോഴേക്കും 3 സിലിണ്ടർ എടുക്കുന്ന ഒരു ഹോട്ടലിൽ 5000 രൂപ ഒരു സാധാരണ മിനിമം ബിസിനസ് ചെയ്യുന്ന ഹോട്ടലിൽ മിനിമം ഒരു 2 സിലിണ്ടറിന് ചുരുങ്ങിയത് വേണം. അപ്പോൾ ആ ഒരു വ്യത്യാസം തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ആഭ്യന്തരമായി തൊഴിലാളികൾ ഇവിടെ പോയതുകൊണ്ട്, അവരുടെ വോട്ടിംഗ് ആവശ്യത്തിന് വേണ്ടി പോയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഞങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ വിഷമങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഏത് തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. ആ സാഹചര്യത്തിലാണുള്ളത് ഞങ്ങളുള്ളത്. വില കൂട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പലയിടത്തും വില ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അതൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ വന്നതാണോ? ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് വില വർദ്ധിക്കുമ്പോൾ അതിന് ആനുപാതികമായ രീതിയിൽ നമുക്ക് വില വർദ്ധിപ്പിക്കേണ്ടി വരും. സ്വാഭാവികമാണല്ലോ. അല്ലെങ്കിൽ ഈ സ്ഥാപനം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ജനങ്ങളെ നമുക്ക് അറിയിക്കാനുള്ളത്, ഞങ്ങൾ സ്വമേധയാ ഒരു വിലയും വർദ്ധിപ്പിക്കുന്നില്ല. ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് വില വർദ്ധിപ്പിക്കുമ്പോഴുണ്ടായ ചെറിയ മാറ്റങ്ങൾ അത് പറ്റുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രയും അതിനകത്ത് ആ വിലവർദ്ധനവിൻ്റെ ശതമാനം എത്ര തോത് കുറക്കാൻ പറ്റുമോ അത്ര കണ്ട് ചെയ്ത് ജനങ്ങളെ നമ്മുടെ ഭാഗമായി നിർത്തേണ്ട ജനങ്ങൾ നമ്മളെ ഭാഗമായി നിർത്തുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ. അസോസിയേഷൻ തീരുമാനിച്ചോ വില കൂട്ടാൻ? അസോസിയേഷൻ ഒരു കാരണവശാലും വില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കാറില്ല. കാരണം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിൻ്റെ വില വർദ്ധിപ്പിക്കേണ്ടത് ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. ആ വില നിശ്ചയിക്കേണ്ടത് അവർ നിശ്ചയിക്കാനുള്ള റൈറ്റ് ഇന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാൽ അങ്ങനെ വർദ്ധിക്കുന്നതിൻ്റെ തോതനുസരിച്ചിട്ടല്ല വില വർദ്ധിക്കുന്നത്. അതിൻ്റെ ഒരു നാമമാത്രമായിട്ടുള്ള ഒരു തോതിൽ മാത്രം വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയാനുള്ളത്. 70 രൂപയാണ് മിനിമം ഒരു ഊണിനുള്ള വില. ആ 70 രൂപയ്ക്ക് ഊണ് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? നിലവിലുള്ള സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസത്തെ അധിക ചെലവ് തന്നെയാണ് വരുന്നത് 5000 രൂപയിൽ മേല. ഒരു 500 പേര് കയറുന്ന ഒരു സ്ഥാപനത്തിൽ 10 രൂപ പെർ ഹെഡായില്ലേ? ഇതിന് മാത്രമുള്ള വർധനവാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയും ആഗ്രഹിക്കില്ല. കാലക്രമേണ അതിനൊരു അനുവാദികമായ രീതിയിൽ എന്തായാലും ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ അവസരത്തിൽ. എല്ലാവരും നിങ്ങളുടെ ഹോട്ടൽ മേഖലയിൽ മൊത്തം എല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. ഈ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ഇതിങ്ങനെയാണ് റേറ്റിൽ പോകുന്നതാണെങ്കിൽ കൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കേന്ദ്ര സർക്കാരും അതോടൊപ്പം പെട്രോളിയം കമ്പനികളും പൊതുജനങ്ങളെ തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. എന്നുവെച്ചാൽ ഏതൊരു വ്യക്തിയും ഒരു ഹോട്ടലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. അപ്പോൾ ഹോട്ടലിലേക്ക് വരുമ്പോൾ ഈ വിലവർധനവ് അവരുടെ ബഡ്ജറ്റിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ജനങ്ങളെ അറിയിക്കുക എന്നതാണ് നമ്മൾ ഒരു മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം. ഇന്ന് എല്ലാ ആളുകളും ഇന്ന് സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോ? അതെ, ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിലും ഓൾ കേരളയും എല്ലാവരും കട അടച്ചുകൊണ്ട് ഈ സമരത്തിന് അനുയോജ്യമായി നിൽക്കുകയാണ്. ഇത് അനിശ്ചിതകാലത്തേക്കൊക്കെ പോകേണ്ട ഒരു സ്ഥിതിയാണോ? ഇപ്പോൾ ഇന്ന് ഞങ്ങൾ അടച്ച് തീരുമാനിച്ചിട്ടുണ്ട്. സൂചന പണിമുടക്കാണ്. ഇനി അതിനെപ്പറ്റി ഞങ്ങൾ തീരുമാനിക്കും. നമ്മളെ കമ്മിറ്റി തീരുമാനിക്കും. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് ഒരു മാസം നമ്മൾ വാർ തുടങ്ങുന്ന ആ സമയത്ത് 1650 രൂപയായിരുന്നു ഗ്യാസിന്. ആ സമയത്ത് തന്നെ ഒരു 200 രൂപ, ഒരു 150 രൂപ, ഒരു 100 രൂപ, അങ്ങനെ ഒരു 105 രൂപ ആ സമയത്ത് തന്നെ വർദ്ധിപ്പിച്ച് 2150 രൂപയിലേക്ക് എത്തി ഗ്യാസ്. അങ്ങനെയാണ് ഇന്നലെ മിഞ്ഞാന്ന് ഈ 1-ാം തീയതി ഒറ്റയടിക്ക് 900 സംതിങ്, അതായത് ഫലത്തിൽ ട്രാവലിംഗ് ചാർജ് എല്ലാം കൂടി 1000 രൂപ വർദ്ധിച്ച് ഇപ്പോൾ 3150 രൂപ ഗ്യാസിനായിരിക്കുകയാണ്. നമുക്ക് ഏകദേശം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം 1500ഓളം രൂപ വർദ്ധിച്ചു. 1500 രൂപ ഫലത്തിൽ വർദ്ധിച്ചു. 1600 രൂപയോളം ഏകദേശം വർദ്ധിച്ചു. അപ്പോൾ നേരെ ഡബിള് 100% വിലക്കയറ്റാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് നമ്മൾ ഇതുവരെ അടച്ചിട്ടുകൊണ്ട് സമരം ഇതൊരു സൂചന ചെയ്തത്. ഇനി അനിശ്ചിതകാലാണെങ്കിലും അത് ചെയ്യേണ്ടി വരുമെങ്കിൽ ചെയ്യും എന്ന് തന്നെയാണ് പറയാനുള്ളത്.
എന്തായാലും വലിയ പ്രതിസന്ധി തന്നെ നേരിടുകയാണ് ഹോട്ടൽ വ്യാപാര മേഖല. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം. ആ സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ ഈ ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധം, ആ സമയത്ത് തന്നെ ഈ ഗ്യാസിൻ്റെ വില വർദ്ധിച്ചതാണ്. അതുമുതൽ ഇന്നുവരെ ഏതാണ്ട് 1600ഓളം രൂപയുടെ വർധനവ് ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ വന്നു. അപ്പോൾ ഓരോ 10 സിലിണ്ടറൊക്കെ എടുക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ ഭീമമായ തുകയാണ്. അത് താങ്ങാൻ കഴിയാത്ത ഒരു വർധനവാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇത് സബ്സിഡി നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോയില്ലെങ്കിൽ ഹോട്ടൽ മേഖല ആകെ അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ ഭാരവാഹികളും നേതാക്കളും ഒക്കെ തന്നെ പറയുന്നത്. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് കടകൾ അടച്ച് ഈ ഹോട്ടലുകൾ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു സമരം നടത്തിയത്. ഇനി ഇതിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്കും പോകേണ്ടി വരും എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ വിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.